ഗൈസ്, ഇന്നൊരു ചലഞ്ച് ഉണ്ട്. ഇന്ന് ഫോണും നോക്കാൻ പറ്റത്തില്ല, ടി വിയും നോക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രകൃതിനെ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ചലഞ്ച്. ഹലോ ഗൈസ്, രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റപ്പോൾ തന്നെ എല്ലായിടത്തും നല്ല വൃത്തിയായി തൂത്തു. അതേപോലെ തന്നെ രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ഞാൻ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചലഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്നും പറഞ്ഞ് ടി വി എടുത്ത ഫോൺ എടുത്ത ടി വി ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് പ്രകൃതിയിലെ കാഴ്ച കാണാൻ പോവുക. ആദ്യം തന്നെ ചെടികളെ എല്ലായിടത്തും നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം തൂത്തിട്ടു. പിന്നെ ഞാൻ കുറച്ച് നേരം മീനുകളെ നോക്കി നിന്നു. പിന്നെ ചെടിക്ക് വെള്ളം ആവശ്യമില്ലല്ലോ, കാരണം ഇപ്പം തന്നെ മഴയുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ കാഴ്ച ഇത്രേ ഉള്ളെന്നും പറഞ്ഞ് ഞാൻ മഴക്കാഴ്ചയും കൂടെ കണ്ടു. അത് ഇനി രാവിലെ ഞാൻ ആഹാരം കഴിച്ചില്ല. എന്നാൽ പിന്നെ കുറച്ച് ചൂട് ചായ എടുത്ത് ഇവിടെ വെച്ച് ആഹാരം കഴിക്കാമെന്ന് വെച്ചു. ആരെയും ബുദ്ധിമുട്ടിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ച് ആഹാരം കഴിക്കാൻ പോവാണ്. രാവിലെ തന്നെ ഇഡലിയും സാമ്പാറുമാണ്. അത് ഞാൻ 2 ഇഡലി എടുത്തു. പിന്നെ നല്ല ചൂടോടെ നല്ല സാമ്പാർ അതും ഒഴിച്ചു. പ്രകൃതിയിലെ കാഴ്ച കാണാമെന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. സത്യം പറഞ്ഞ് ഈ ഫോണൊന്നും കാണാതെ ഇപ്പം നമുക്ക് പ്രകൃതി നോക്കി കഴിക്കുന്ന എന്ത് ആസ്വാദനമാണെന്നറിയും. അത് നല്ല ചൂടോടെ സാമ്പാറും കുറച്ച് ഇഡലി. എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഹലോ ഗൈസ്, എപ്പോഴും നമ്മളൊരു കാണുന്നതാണ് വെളിയിറങ്ങുമ്പോൾ നിറച്ച് വണ്ടികളും പോവും, കിളികളുടെ ശബ്ദവും ആയിരിക്കും. അതെനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ചിലവർക്ക് കിളികളെ ഇഷ്ടമല്ലായിരിക്കും, എന്നാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഞങ്ങളങ്ങനെ കണ്ടോ, ഒരു ഇഡലിയും കൂടെ ഉള്ളു ഇനി കഴിക്കാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഫാനൊന്നും കൂടെ ഉണ്ടല്ലോ, നല്ല തണുപ്പ് കിട്ടും ഇവിടെ ഇരുന്ന്. ഇഡലിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇനി ബാക്കി കട്ടൻ ചായയും കൂടി ഉള്ളു ഗൈസ്. അതും കൂടെ കുടിച്ച് കഴിഞ്ഞ് അതും കൈ കഴുകാം നമുക്ക്. അതും നമ്മൾ പ്രകൃതിയിലെ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. അടുത്ത മുട്ട് ഇരിക്കുന്നു ഗൈസ്. മഴ മാറി നല്ല ഇളം വെയിൽ ചൂടാണ് കിട്ടിയത് നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പ്രകൃതിയിലെ കാറ്റ്? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ചെയ്യാം, സബ്സ്ക്രൈബും ചെയ്യാം, ഷെയർ ചെയ്തോട്ടോ, കമൻറ്റും ഇട്ടോ. അവിടെ നോക്കി നല്ല തെങ്ങ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് ഗൈസ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിനേക്കാളും നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടിയുണ്ട്. അത് ഈ ചെടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, സീ യു.